നമസ്കാരം. ഇറാൻ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ തുടരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സംഘർഷത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഇസ്രായേലാണെന്നാണ് റിപ്പോർട്ടുകൾ. പ്രമുഖ മാധ്യമമായ ഡെയിലി മെയിലിന്റെ ബാറ്റൽ ബോർഡ് വിഭാഗം നടത്തിയ വിശദമായ വിശകലനത്തിലാണ് ഈ കണ്ടെത്തൽ. വിദേശകാര്യ ലേഖകൻ ക്രിസ് പ്ലെസൻസ് യുദ്ധത്തിൽ പങ്കാളിയായ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ പ്രഖ്യാപിത യുദ്ധലക്ഷ്യങ്ങളെയും നിലവിലെ അവസ്ഥയും താരതമ്യം ചെയ്താണ് ഇത്തരമൊരു നിഗമനത്തിൽ എത്തിയത്. യുദ്ധത്തിലെ ജീവഹാനിയും സൈനിക നാശനഷ്ടങ്ങളും തന്ത്രപരമായ നേട്ടങ്ങളുമായി ഒത്തുനോക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലാണ് ഏറ്റവും വലിയ ഗുണഭോക്താവെന്ന് ക്രിസ് പ്ലെസൻസ് വ്യക്തമാക്കുന്നു. ഇറാന്റെ ഭരണമാറ്റം എന്ന അവ്യക്തമായ ലക്ഷ്യവുമായി ഇറങ്ങിത്തിരിച്ച അമേരിക്കയ്ക്കും വെറുമൊരു അതിജീവനത്തിനായി മാത്രം പോരാടിയ ഇറാനും വിപരീതമായി വ്യക്തമായ കണക്കുകൂട്ടലുകളോടെ യുദ്ധത്തിൽ പങ്കെടുത്ത ഇസ്രായേൽ തങ്ങളുടെ ഭൗമരാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അപ്പാടെ നേടിയെടുക്കുകയായിരുന്നു അത്രേ. ഇറാനെയും അവരുടെ സഖ്യകക്ഷികളായ പ്രോക്സി ഗ്രൂപ്പുകളെയും പരമാവധി തകർക്കുക, യുദ്ധത്തിനു ശേഷം വീണ്ടും ഒരു തിരിച്ചുവരവിന് അവർക്ക് ശേഷിയില്ലാതാക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി പരമാവധി തീവ്രതയോടെയും ദീർഘകാലവും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇസ്രായേൽ ശ്രമിച്ചത്. എന്നാൽ ഈ നിലപാട് അവരുടെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് അമേരിക്കൻ ജനതയ്ക്ക് വാഗ്ദാനം നൽകിയ ട്രംപ് ഭരണകൂടത്തിന് വിപരീതമായി പോരാട്ടം നീണ്ടു നിൽക്കണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഗ്രഹിച്ചത്. എന്നിരുന്നാലും യുദ്ധം 4-ാം മാസത്തിലേക്ക് കടന്നിട്ടും വാഷിംഗ്ടണുമായുള്ള നിർണായകമായ നയതന്ത്ര സൗഹൃദം നിലനിർത്താൻ ഇസ്രായേലിന് കഴിഞ്ഞുവെന്നത് അവരുടെ വലിയൊരു നയതന്ത്ര വിജയമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഈ 4 മാസത്തിനുള്ളിൽ ഇറാൻ പാടില്ലാത്ത വിധം തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, നാവികസേന, മിസൈൽ നിർമ്മാണശാലകൾ എന്നിവയുടെ ഭൂരിഭാഗവും തകർക്കപ്പെട്ടു. കൂടാതെ യുദ്ധത്തിൽ നിർണായകമായ സ്വാധീനമായി മാറിയ ഇറാന്റെ ഡ്രോൺ ഉൽപാദന കേന്ദ്രങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേൽ ഒരു പരിധിവരെ ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഘർഷത്തിലുണ്ടായ അന്താരാഷ്ട്ര നയതന്ത്ര സമ്മർദ്ദങ്ങളും ഭാരിച്ച സാമ്പത്തിക ബാധ്യതകളും ഭൂരിഭാഗവും ചുമലിലേറ്റിയത് അമേരിക്കയാണ്. എന്നാൽ ഈ പുകമറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളെ ഒന്നിനു പുറകെ ഒന്നായി നിശബ്ദമായി ഇല്ലാതാക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തു പോന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും അസാധാരണമായ രഹസ്യാന്വേഷണ മികവിന്റെയും സഹായത്തോടെയാണ് ഇസ്രായേലി ലക്ഷ്യം കൈവരിച്ചത്. ഇസ്രായേലിന്റെ വിഖ്യാത രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ശേഖരിച്ച വിവരങ്ങളും യൂണിറ്റ് A200 എന്ന സൈബർ പോരാളികളുടെ സംഘം ഹാക്ക് ചെയ്തെടുത്ത ഡാറ്റയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സംയുക്തമായി ഉപയോഗിച്ചായിരുന്നു ഇവരുടെ നീക്കങ്ങൾ. നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ശത്രുക്കളുടെ ഈ ഹിറ്റ് ലിസ്റ്റിൽ മുൻനിർത്തി ഇസ്രായേൽ പ്രതിരോധ സേന ഇറാന്റെ ഉള്ളറകളിലേക്ക് യുദ്ധവിമാനങ്ങളും ലെബനിലേക്ക് തങ്ങളുടെ കരസേനയും അയച്ച് ആക്രമണം ഘടിപ്പിച്ചു. യുദ്ധത്തിന്റെ ആദ്യ ദിനം തന്നെ സംയുക്ത അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയും കൊല്ലപ്പെട്ടു. ഇതിനൊപ്പം ഇറാന്റെ സുരക്ഷാ തലവൻ അലി ലാരിജാനി, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നാവികസേന കമാൻഡർ അലിറേസ തങ്സീരി എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖ ഭരണകൂട നേതാക്കളെ വധിക്കാനും ഇസ്രായേലിന് സാധിച്ചു. ഇത് ഇറാന്റെ പ്രതിരോധത്തിന്റെ നട്ടലൊടിക്കുന്നതായിരുന്നു. അമേരിക്കയെ പോലെ ടെഹ്റാനുമായി ഒരു ശാശ്വത സമാധാന കരാറിൽ ഏർപ്പെടേണ്ട ബാധ്യത ഇസ്രായേലിന് മേലിലില്ല എന്നതും ഇസ്രായേലിന്റെ തന്ത്രപരമായ വിജയത്തിന് ആക്കം കൂട്ടുന്നു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി വാഷിംഗ്ടൺ നടത്തുന്ന ചർച്ചകൾക്കിടയിൽ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകേണ്ടി വരുന്ന ഏതൊരു വിട്ടുവീഴ്ചയും അമേരിക്കൻ നയതന്ത്രജ്ഞരുടെ ബാധ്യത മാത്രമായി ഒതുങ്ങും. ഇതിന്റെ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരിക നെതന്യാഹുവിനല്ല, മറിച്ച് ട്രംപിനായിരിക്കും. ചുരുക്കത്തിൽ യുദ്ധം പരമാവധി നീട്ടിവലിച്ച് ഇറാനെ തകർക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ പ്രധാന അജണ്ട. അതിലവർ ഭൂരിഭാഗവും വിജയം കണ്ടിരിക്കുന്നു എന്നാണ് പ്രതിരോധ വിദഗ്ധനായ ക്രിസ് പ്ലെസൻസ് അടിവരയിടുന്നത്.